നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ഗവർണർ CPM അടിക്ക് SFI തിരികൊളുത്തിയിട്ടുണ്ട്. പയ്യാമ്പലം ബീച്ചിൽ ഗവർണറിന്റെ തലവെച്ച പാപ്പാഞ്ഞിയെ കത്തിച്ച SFI വെടിപ്പുരയിലാണ് ചൂട്ട് കത്തിച്ചെറിഞ്ഞത്. SFI നീക്കം സർക്കാരിന് അടിയാകുമെന്നാണ് ചർച്ചകൾ വരുന്നത്. അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തോടെയാണ്. മുഖാമുഖം നോക്കാൻ പോലും കഴിയാത്ത വിധം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അകൽച്ച രൂക്ഷമായിരിക്കെ മന്ത്രിസഭ അംഗീകരിച്ച് നൽകുന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് നിർണായകമാണ്. പിണറായി വിജയൻ ആ പുകച്ചിലിൽ ഇരിക്കുമ്പോഴാണ് SFI ഇപ്പോൾ പടിക്കൽ കല വിട്ടുടച്ചിരിക്കുന്നത്. ഗവർണറുമായുള്ള പോരവസാനിപ്പിക്കാൻ ഒരു വഴിക്കൂടെ നീക്കം നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. നേരിട്ട് പിണറായി വിജയൻ കളത്തിലില്ല. എന്നാൽ പലരെയും ഇറക്കി പല നീക്കങ്ങളും നടത്തുന്നുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. കോലം കത്തിച്ചതോടെ പുതിയ പോര് ഉടലെടുത്തു. പിണറായി വിജയന്റെ ചാവേറുകളാണ് SFI എന്ന് ഗവർണർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. തനിക്ക് നേരെ ഈ ഗുണ്ടകളെ ഇറക്കി വിട്ടിരിക്കുന്നതും പിണറായി വിജയൻ തന്നെയാണ് തുടങ്ങി കടുത്ത ആരോപണങ്ങൾ മുഖ്യന് നേരെയുണ്ട്. കോലം കത്തിക്കലിന് പിന്നിലും പിണറായി തന്നെയാണെന്ന അടക്കം പറച്ചിലുണ്ട്. ഗവർണറുമായുള്ള പോര് നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു തരത്തിലും സർക്കാരിന് നല്ലതിനല്ല. കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇപ്പോൾ തന്നെ പിണറായിയെക്കുറിച്ച് പലതും തുറന്നടിച്ചിട്ടുണ്ട് ആരിഫ് ഖാൻ. പാപ്പാഞ്ഞിയുടെ മാതൃകയിൽ 30 അടി ഉയരത്തിൽ വലിയ കോലമാണ് ബീച്ചിൽ തയ്യാറാക്കി കത്തിച്ചത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് വലിയ പ്രതിഷേധം SFI ഉയർത്തിയിരുന്നു. ഗവർണർക്കെതിരെ കോളേജുകളിലടക്കം SFI ബാനറുകൾ ഉയർത്തി. ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിലുടനീളം പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതിന്റെ തുടർച്ചയാണ് കോലം കത്തിച്ചത്. പാർട്ടി സെക്രട്ടറിയുടെ വാക്ക് കേട്ടാണോ SFI കോലം കത്തിച്ചതെന്ന ചോദ്യം വരുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ നേതൃത്വത്തിലായിരുന്നു കോലം കത്തിക്കൽ. ദിവസങ്ങളായി സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമാണ് SFI ഉയർത്തുന്നത്. വിട്ടുകൊടുക്കാതെ ഗവർണറും SFIക്ക് നേരെ ചീറി നിൽക്കുകയാണ്. സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റിയെന്നാരോപിച്ചാണ് SFIയുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ SFI പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഗവർണറുടെ റൂട്ട് മാറ്റിയിരുന്നു. പാളയം വഴിയുള്ള സ്ഥിരം വഴിക്ക് പകരം മറ്റൊരു വഴിയിലൂടെയാണ് ഗവർണർ വിമാനത്താവളത്തിലെത്തിയത്. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് റൂട്ട് മാറ്റിയത്. SFI പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ തെരുവിലിറങ്ങി ഗവർണർ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പിന്നാലെ വ്യാഴാഴ്ച ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തിയ ഗവർണർക്ക് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തി. പാളയം ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപമായിരുന്നു കരിങ്കൊടി പ്രതിഷേധം. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ തലേന്നും തനിക്കെതിരെ SFI നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിൽ ഗവർണർ അസ്വസ്ഥനായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ കാട്ടിയ പിണക്കത്തിന് പിന്നിൽ ഇതാണെന്ന സൂചനയുണ്ട്. സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഏതാനും ദിവസത്തേക്കെങ്കിലും പ്രതിഷേധം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് ഡൽഹിയിൽ നിന്നും ഗവർണർ തിരുവനന്തപുരത്തെത്തിയത്. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു.